ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചെമ്പനിപ്പൂൽ വരാനിരിക്കുന്ന ഭാഗത്തിന്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡോടുകൂടി തന്നെ നമുക്ക് മനസ്സിലായിരിക്കുന്ന ഒരു കാര്യമാണ്, ശരത്തിന്റെ വീഡിയോ നല്ല രീതിയിൽ തന്നെ വൈറലായിട്ടുണ്ടെന്നും ആ ഒരു വീഡിയോ കണ്ട ഉടനെയുള്ള ചന്ദ്രയുടെ റിയാക്ഷൻ എന്താണെന്നും അതിനുശേഷം ചന്ദ്ര എത്രയും വേഗം തന്നെ ശരത്തിനെ താൻ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ശരത്തിന്റെ വീട്ടിൽ നിന്ന് ശരത്തിന്റെ ഷർട്ടിന്റെ കുത്തിപ്പിടിച്ചിന് പുറത്തേക്ക് ഇറക്കിക്കൊണ്ട് പോകുന്ന സമയത്ത് രേവതിയും ദേവും എല്ലാം തന്നെ പിന്നാലെ ചെന്ന് ചന്ദ്ര തടയാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ചന്ദ്ര തന്റെ വാച്ചിൽ തന്നെ ഉറച്ചു നിൽക്കാട്ടെ. എന്നാൽ ഇതെല്ലാം തന്നെ മാറി എന്ന് കണ്ട് ആസ്വദിക്കുകയാണ് ശ്രുതി. ഇതിനുശേഷം ചന്ദ്ര താൻ ഇവനെ കൊണ്ടേ പോവുകയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ശരത്തിനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്ന സമയത്താണ് ആ ബിൽഡിങ്ങിന്റെ ഓണേഴ്സ് അവിടെ വന്നിട്ട്, ഇത് എൻ്റെ വീടാണ്, ഇവിടെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, നിങ്ങളുടെ ദേഷ്യവും വാശിയെല്ലാം വീടിന് പുറത്ത് വെച്ച് മതി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചന്ദ്ര മനസ്സിലോട് തന്നെ ഏത് വീതിയിലും ശരത്തിനെ അകത്താക്കുമെന്നും പറഞ്ഞു ദേഷ്യപ്പെട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. ചന്ദ്രയുടെ തൊട്ടു പിന്നാലെ തന്നെ ശ്രുതിയും അവിടെ നിന്ന് പോകുന്നുണ്ട്. ചന്ദ്ര ഉദ്ദേശിച്ച രീതിയിൽ തന്നെ നമ്മുടെ ശരത്തിൻ്റെ എതിരെ കേസ് വരുന്നുണ്ട്. അതായത് ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ വൈറലായെന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് പ്രകാരം തന്നെ ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റുകൾ വരുന്നത് പോലീസുകാരെ കുറ്റപ്പെടുത്തിയത്, ഇത്രയും വലിയ കള്ളൻ നാട്ടിൽ ചുറ്റി നടന്നിട്ട് അവനെ നിങ്ങൾക്കൊന്ന് പിടിക്കാൻ പോലെ പോലീസുകാരെ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോലീസുകാരെ കുറ്റപ്പെടുത്തിയുള്ള മെസ്സേജ് വരുന്ന സമയത്ത് തലപ്പത്ത് നിന്ന് തന്നെ ശരത്തിനെ അറസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് ഓർഡർ വരികയാണ്. അത് പ്രകാരം തന്നെ SI കോൺസ്റ്റബിൾസിനെ രണ്ടുപേരെ ശരത്തിന്റെ വീട്ടിലേക്ക് വിടുകയും ശരത്തിനെ അറസ്റ്റ് ചെയ്യാനൊക്കെ വരുന്ന ആ ഒരു സമയത്ത് സച്ചി അവിടെ ഉണ്ടാവും. സച്ചിയുടെ ബുദ്ധിപരമായ ഇടപെടൽ മൂലം തന്നെ ശരത്തിനെ ആ ഒരു സമയത്ത് പോലീസുകാർക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല കേട്ടോ. അതിനുശേഷം ശരത്തിനെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഇവരെ ലക്ഷ്മിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ആ ഒരു സമയത്തും സച്ചി തന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ പോയി സംസാരിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി, ഇങ്ങനെ ശരത്ത് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയതാണെന്നും അവനെ പിടിക്കുന്നതിന് വേണ്ടി ഇവനെ അമ്മയെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് കാര്യമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയെയും പോലീസ് സ്റ്റേഷനിൽ ഇറക്കിക്കൊണ്ട് വരുന്ന സച്ചിയാണ്. ഇതിനിടയിൽ തന്നെ SI പറയുന്നുണ്ട്, ഈ ഒരു കേസിൽ നിങ്ങളുടെ അമ്മയുടെ ഭാഗമാണല്ലോ ശരത്ത് തട്ടിപ്പറിക്കുന്നത്, അതുകൊണ്ട് തന്നെ അവർക്ക് യാതൊരു പരാതിയില്ല എന്നതൊരു കുടുംബപരമായ വഴക്കിന്റെ ബലത്തിൽ ശരത്ത് ചെയ്തതാണെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര തന്നെ എഴുതി തന്നു കഴിഞ്ഞാൽ ഈ ഒരു കേസ് പിൻവലിക്കാനാകുമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും സച്ചി അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. വീട്ടിൽ ചെന്നതിന് ശേഷം രവിക്കും ചന്ദ്രയ്ക്കും മുന്നിൽ വെച്ച് തന്റെ ആവശ്യം പറയുന്ന സമയത്ത് ചന്ദ്ര ഇതിനൊന്നും തന്നെ ഒരുക്കാവുന്നില്ല. ചന്ദ്ര തന്റെ ഭാഷയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് രവിയും ചന്ദ്രയെ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കും. കാരണം ശരത്ത് ചെയ്തൊരു തെറ്റ് തന്നെയാണല്ലോ, അങ്ങനെ ഇങ്ങനെയൊന്നും ഒരു തെറ്റായ രീതിക്ക് അറിയാതെ സംഭവിച്ചതിന് വേണ്ടത് മനഃപൂർവ്വം തന്നെയാണ് ചന്ദ്രയുടെ ഭാഗം മോഷ്ടിച്ചുകൊണ്ട് പോയത്. അതുകൊണ്ട് തന്നെ ശരത്തിനെ പുറത്തിറക്കാനുള്ള എനിക്ക് ചന്ദ്രയോട് പറയാനാവുകയില്ല എന്ന് രവിയും പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു തന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് വീണ്ടും സച്ചി പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും കേസ് അങ്ങനെ തിരികെ മേടിക്കാൻ പറ്റില്ല സാർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കാണ് ഇന്നൊരു വക്കീലുണ്ട്, അദ്ദേഹത്തെ പോയി ഒന്ന് കണ്ട് സംസാരിച്ച് നോക്കാനായിട്ട് പറയാണ്. അങ്ങനെ അത് പ്രകാരം രേവതിയും സച്ചിനും കൂടി ഒരു വക്കീലിനെ പോയി കാണുകയാണ്. അദ്ദേഹം പറഞ്ഞ പ്രകാരം അദ്ദേഹം ആദ്യം പറയുന്ന ഇതാണ്, ചന്ദ്രയെ നിങ്ങളുടെ അമ്മയല്ലേ ചന്ദ്ര, അവരെ പോയി കണ്ട് സംസാരിച്ച് നോക്കി കേസ് പിൻവലിക്കാൻ നോക്കുന്ന പറയുമ്പോഴത്തേക്കും അത് നടക്കില്ല എന്നുള്ള കാര്യം സച്ചി പറയുന്നുണ്ട്. എന്തായാലും കാര്യം ചെയ്യുക, എനിക്ക് 5 ലക്ഷം രൂപയാണ് ഫീസ്, ആ ഒരു ഫീസ് എനിക്ക് കൊണ്ടുതരുകയാണെങ്കിൽ ഏത് വിധേനയും ഞാൻ രക്ഷിച്ച് തരാം എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യം ഈ ഒരു 5 ലക്ഷം രൂപ എന്ന് കേൾക്കുമ്പോഴേ സച്ചിയും രേവതിയും ഞെട്ടുന്നുണ്ട്. എന്നിരുന്നാലും ശരത്തിനെ രക്ഷിക്കാനാണല്ലോ എന്ന് കരുതിക്കൊണ്ട് തന്നെ ഇവർ പലയിടങ്ങളിൽ നിന്ന് കടം മേടിച്ചും വീട് പണിക്ക് വേണ്ടിയിട്ട് കൂട്ടിവെച്ചിരിക്കുന്ന കുടുക്ക പൊട്ടിച്ചൊക്കെ 4,50,000 രൂപ കൊണ്ടുവന്നിട്ട് വക്കീലിന് കൊടുത്തിട്ട് പറയുന്നുണ്ട്, സാർ ഇത് 4,50,000 രൂപയുള്ളൂ, ബാക്കി തുക ശരത്തിനെ കേസ് പിൻവലിച്ച ഉടനെ തന്നെ ഞങ്ങൾ 50,000 രൂപ എവിടെ നിന്നും സംഘടിപ്പിച്ച് തരാമെന്നൊക്കെ പറയുമ്പോഴത്തേ വക്കീലിന് അതിന് സമ്മതിക്കാം കേട്ടോ. അങ്ങനെ ശരത്തിനെ പുറത്തിറക്കാനാകും എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി തന്നെ രേവതി സച്ചി അവിടെ നിന്ന് പോകുന്നത്. ആ ഒരു സമയം തന്നെ വക്കീൽ ഉടനെ തന്നെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവെ വക്കീലന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കേസ് കൊടുക്കുന്ന രണ്ട് ഭാഗത്തും അവർ രണ്ടുപേരെ നേച്ചറും അതുപോലെ തന്നെ സിറ്റുവേഷനൊക്കെ എല്ലാം തന്നെ മനസ്സിലാക്കുന്നുണ്ടല്ലോ, അതിനുവേണ്ടി ഒരാളെ വെച്ചിട്ടുണ്ട്. അതേ രീതിയിൽ തന്നെ തൻ്റെ കൂടെ നിൽക്കുന്ന ആളോടായിട്ട് ചന്ദ്രയെക്കുറിച്ചും ചന്ദ്രയുടെ സ്വഭാവം എന്താണെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇവർ പണത്തിനോട് ആർത്തിയുള്ള കൂട്ടത്തിൽ പെട്ടതാണ്. ഇവരുടെ മകൻ സച്ചി കല്യാണം കഴിച്ചിരിക്കുന്ന പണമില്ലാത്ത വീട്ടിൽ നിന്നാണ്. ബാക്കി 2 മരുമക്കളും വലിയ പണക്കാരായതുകൊണ്ട് തന്നെ അവരോടൊന്നും തന്നെ പറയില്ല. പക്ഷേ ശരത്തിന്റെ ചേച്ചി രേവതിനെ വളരെ ഒരുപാട് ഇവർ ഉപദ്രവിക്കുന്നുണ്ട്, അത് പണമില്ലാത്തതിന്റെ പേരിൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വക്കീലിന് മനസ്സിലാവും ഇത് പണത്തിന്റെ കൊതിയാണ്, അപ്പോൾ പണം കൊടുത്ത് തന്നെ കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നേരെ ചന്ദ്രയുടെ അടുത്തേക്ക് ചെല്ലാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ചന്ദ്ര രവിയുടെ കൂടെ വീട്ടിലല്ല, രേവതിനെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവന്ന കാരണം രേവതി നിൽക്കുന്ന വീട്ടിൽ താൻ നിൽക്കുകയില്ല എന്ന് പറഞ്ഞ് വഴക്കിട്ട് നേരെ ഭാമയുടെ വീട്ടിലേക്ക് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ വക്കീൽ നേരെ ഭാമയുടെ വീട്ടിലേക്ക് ചെന്നതിന് ശേഷം ചന്ദ്രയോടായിട്ട് സംസാരിക്കുന്നുണ്ട്. ആദ്യമൊക്കെ ചന്ദ്ര വഴങ്ങാൻ തയ്യാറാവുന്നില്ല. പെട്ടെന്ന് തന്നെ വക്കീൽ ഈ ഒരു കേസിൽ നിന്ന് നിങ്ങൾ പിൻവലിക്കുകയാണെന്നാണെങ്കിൽ നിങ്ങൾക്ക് 50,000 രൂപ തരാമെന്ന് പറയുമ്പോൾ ആദ്യം ചന്ദ്ര സമ്മതിക്കില്ല. 1 ലക്ഷം രൂപ തരാമെന്ന് പറയുമ്പോൾ അതിന് സമ്മതിക്കില്ല. പിന്നെ നിങ്ങൾക്ക് എത്ര രൂപ വേണമെന്ന് ചോദിക്കുമ്പോൾ 2 ലക്ഷം രൂപ തന്നാൽ മാത്രം
മാത്രമാണ് താൻ കേസ് പിൻവലിക്കുകയുള്ളൂ എന്ന് ചന്ദ്ര മറുപടി പറയുന്നുണ്ട്. അങ്ങനെ വക്കീൽ 2 ലക്ഷം രൂപ നൽകുകയും തിരികെ ചന്ദ്രയും കൂട്ടിക്കൊണ്ട് വക്കീൽ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ആ ഒരു കേസ് പിൻവലിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഈ ഒരു പൈസ മേടിച്ച കാര്യങ്ങളൊക്കെ പിന്നാലെ എല്ലാവരും അറിയുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അടുത്ത ദിവസം തന്നെ ഇടാം കേട്ടോ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.